സർ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ABC തന്നെ ഒരു വാർത്ത ചെയ്തു. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മെച്ചമുണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ല, ഗുരുതരാവസ്ഥയിലെന്നല്ല നമ്മൾ പറഞ്ഞു, അദ്ദേഹം അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ഞാൻ ഇന്നും പരിശോധിച്ചു. അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞു, നെതന്യാഹുവിന് പ്രോസ്റ്റേറ്റിലെ സർജറി അല്ലേ, അപ്പോൾ ലോക്കൽ അനസ്തേഷ്യ മതിയാവുമല്ലോ, അപ്പോൾ അബോധാവസ്ഥയിൽ എന്ന് പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നത് അദ്ദേഹത്തിന് ഫുൾ അനസ്തേഷ്യയാണ് കൊടുത്തത്. അതായത് യൂറിനറി ട്രാക്റ്റിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് പ്രോസ്റ്റേറ്റിനെ ബാധിച്ച് പ്രോസ്റ്റേറ്റ് വലുതാവുന്നു. അതുകൊണ്ട് ഹദ്ദാഷ് മെഡിക്കൽ സെൻറ്ററിൽ വെച്ചിട്ട് സർജറി നടത്തി, എന്നിട്ട് ഭൂമിക്കടിയിലെ ഉള്ള ഒരു പോസ്റ്റ് കെയർ സെൻറ്ററിലേക്ക് മാറ്റി. ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബുള്ളറ്റിൽ തന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും മിസൈൽ ആക്രമണമോ അല്ലോ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണെന്ന്. അതവിടെ നിൽക്കട്ടെ. ഞാൻ നെതന്യാഹുവിൻ്റെ കാര്യം പറയും മുമ്പ് നെതന്യാഹുവിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാനുണ്ട്. നെതന്യാഹുവിൻ്റെ ഭാര്യ എവിടെയാണ്? എവിടെയാണ്? അതൊരു ചോദ്യമാണ്. നെതന്യാഹുവിൻ്റെ ഭാര്യ മിയാമിയിലാണ്. മിയാമിയിൽ അറിയില്ലോ, നമ്മുടെ പിണറായി വിജയനൊക്കെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന മിയാമി, അമേരിക്കയിൽ, അവിടെയാണ്. നെതന്യാഹുവിൻ്റെ ഭാര്യ സാറ നെതന്യാഹു ഈ സർജറി നടക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ അടുത്തില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് നെതന്യാഹുവിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല, അത്തരമൊരു അവസ്ഥയിൽ മിയാമിയിലാണ്. അപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് അത് എന്തുകൊണ്ടെന്ന് പറയാം. നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും ലേറ്റസ്റ്റ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് അദ്ദേഹം ബോധം തെളിഞ്ഞു. 2-3 ദിവസത്തിനാവും, പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ആശുപത്രിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആശുപത്രിയിലെ ഈ പറഞ്ഞ പോലെ ഭൂമിക്കടിയിലുള്ള ഒരു സെല്ലാറിലാണ് പോസ്റ്റ് കെയർ യൂണിറ്റ്. അപ്പോൾ ചില ആളുകൾക്ക് ചില സുടുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ താഴെ കണ്ടില്ലേ ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരിക്കുന്നു, അതൊക്കെ അങ്ങനെയാണേ യുദ്ധം നടക്കുമ്പോൾ ഭൂമിക്കടിയിൽ പോകേണ്ടി വരും. അതെ, ഇപ്പോൾ വേറൊരു കിഴവനുണ്ടല്ലോ, മറ്റേ ഇറാനിലുള്ള ഖമനേയി അയത്തുള്ള, അതിൽ കുഴിക്കാതിരിക്കുക, കറണ്ട് പോലും ഇല്ലാണ്ട് ചിമ്മിനി വിളിച്ചിട്ടിരിക്കുകയാണ്. അതിൽ പരാതിയൊന്നുമില്ല. യുദ്ധമൊക്കെ ആകുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ബങ്കറൊക്കെ. ഇപ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്താണ് യുദ്ധം എന്നറിയാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്. വടക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന വീടുകളിൽ, പാകിസ്ഥാൻ അതിർത്തി, അവിടെയൊക്കെ ബങ്കറുണ്ട്. ആളുകൾ വന്നാൽ പോവും. വിദേശ രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അങ്ങനെ വലിയ യുദ്ധമൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ, അവിടെയൊക്കെ എല്ലാ വീടുകളും പണിയുമ്പോൾ സെല്ലാർ അല്ലെങ്കിൽ ബങ്കർ നിർബന്ധമായും പണിയണം. അത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ്. നമ്മുടെ ഇവിടെ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള മെക്കാനിസം പോലും നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്നില്ല. ബങ്കറിനെ കുറിച്ച് ആലോചിക്കണ്ട. നമ്മൾ പറയുന്നത് ഈ അതിർത്തിയോ, അതങ്ങ് വടക്കല്ലേ, എന്തൊരു മണ്ടത്തരാണ്. അതിർത്തി നമ്മുടെ ഇവിടെയുണ്ട്. നമ്മുടെ കേരളം കൊച്ചി അതിർത്തിയിലാണ്. അതിർത്തി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മുട്ടി ഒരു രാജ്യം കിടന്നാൽ മാത്രമല്ല അതിർത്തി ഉണ്ടാവുന്നത്. നമ്മുടെ 13 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ വാട്ടേഴ്സാണ്. നമ്മൾക്ക് ഇന്ത്യക്ക് കൊച്ചിയിൽ നിന്ന് 13 നോട്ടിക്കൽ മൈലാണ് നമ്മുടെ സമുദ്രാതിർത്തി. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ വാട്ടേഴ്സ് പോവുകയാണ്. ആ ഇന്റർനാഷണൽ വാട്ടേഴ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ അതിർത്തി രാജ്യമാണ്. അപ്പോൾ നമ്മുടെ അതിർത്തി, അത് അയൽ രാജ്യങ്ങൾ, അതിർത്തി രാജ്യങ്ങളാണ്. നമ്മുടെ അതിർത്തിക്കപ്പുറത്ത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ഏതൊരു ശക്തിക്കും നമ്മളെ ആക്രമിക്കാം. അതെ, അപ്പോൾ നമ്മളും അതിർത്തിയില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ കോസ്റ്റ് ഗാർഡ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഇവിടെ സദേൺ നേവൽ കമാൻഡ് ഇവിടെ ഇരിക്കുന്നത്. സദേൺ നേവൽ കമാൻഡ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതീവ ഗുരുതരമായ പ്രശ്നം, സുരക്ഷാ ഭീഷണി കേരളത്തിലുമുണ്ട്. കാരണം അവർ വിദേശ ശത്രു രാജ്യങ്ങൾ ഉന്നം വെക്കുകയാണ്. കൊച്ചിയിൽ സദേൺ നേവൽ കമാൻഡ് അതിനെ അറ്റാക്ക് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വാറിൻ്റെ സമയത്ത് കൊച്ചിയിൽ ബോംബ് വീണിട്ടുണ്ട്. അത് ആ ബോംബ് പൊട്ടിയില്ല. അത് അന്നൊക്കെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ബോംബ് വെള്ളത്തിൽ ചതുപ്പിൽ വീണത് കാരണം പൊട്ടിയില്ലെന്ന. ചതുപ്പ് വീണ ഉടനെ നമ്മുടെ ഏറുപടക്കം പോലെ കുതിർന്നു പോകുന്നൊന്നുമല്ല. അതിൻ്റെ സാങ്കേതികമായ എന്തോ കുഴപ്പമുണ്ട്, സ്ഫോടനം നടന്നില്ല. അങ്ങനെയാണ് കൊച്ചിയിൽ ബോംബ് വീണത്. ഇവിടെ ഒരു ബോംബ് വീഴുകയോ ഇവിടെ ഒരു അറ്റാക്കോ നടക്കാത്ത കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ അതുമല്ലോ പേടിച്ചൊന്നുമല്ല. ഒരു യുദ്ധം വരുമ്പോൾ, ഇപ്പം ഇസ്രായേലിലാണെങ്കിലും ഏത് രാജ്യത്തും യുദ്ധത്തിൻ്റെ സമയത്ത് സൈറൺ മുഴങ്ങും. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വാർ നടക്കുന്ന സമയത്ത് കേരളത്തിൽ പോലും വിളക്കുകൾ കെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. വ്യോമാക്രമണം ഐഡന്റിഫൈ ചെയ്തിരിക്കാം, വ്യോമാക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഇത്തരം പ്രിക്കോഷൻസ് ഒക്കെ എല്ലാ രാജ്യത്തും. അല്ല പേടിച്ചിട്ട് ഒളിക്കുന്നതല്ല. പേടി ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പേടിയാണെന്ന് പറയാം. പക്ഷേ നമ്മൾ ഒരു അപകടം മുന്നിലുണ്ടെങ്കിൽ അതിന് പ്രതിരോധം ഒരുക്കുന്നത് ഭയമല്ല, അത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അവിടെ സെല്ലാറിലാണ്, ഒരു പക്ഷേ ഹദ്ദാഷ് ഹോസ്പിറ്റലിലാണ്, യെറുശലീമിലാണ് ഈ ഹദ്ദാഷ് മെഡിക്കൽ സെൻറ്റർ. അവിടെയാണ് എന്ന് പറയുന്നത് പോലും ശരിയാണോ എന്ന് നമുക്കറിയില്ല. ന്യൂസ് ബുള്ളറ്റിലൊന്ന് പറയും, അവിടെ ആണെന്ന് പറയുകയും അവിടെ വലിയ സുരക്ഷാ കവറേജൊക്കെ ഏർപ്പെടുത്തുമ്പോൾ വേറൊരു ആശുപത്രിയിലായിരിക്കും നെതന്യാഹു ഉള്ളത്. ഏതായാലും ഏറ്റവും ലേറ്റസ്റ്റ് മെഡിക്കൽ ബുള്ളറ്റിന് പറയുന്ന നെതന്യാഹു
ബോധം വന്നു. അദ്ദേഹം ഉണർന്നു. അവിടെ അദ്ദേഹം ജോലി തുടങ്ങിയിട്ട് അദ്ദേഹം ആശുപത്രിയിൽ ഇരുന്നിട്ട് യുണൈറ്റഡ് തോറ ജൂദായിസ് പാർട്ടി അതിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ ഹൗസിംഗ് മിനിസ്റ്ററായ ഇസ്വാക് ഗോൾഡ് നോഫിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അവർ ഈ ഓർത്തഡോക്സ് ജൂതന്മാരുടെ ചില ആവശ്യങ്ങളുണ്ട്, അത് സംബന്ധിച്ചുള്ള നിയമം നിസറ്റ് എന്ന് പറയുന്ന ക്രിസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പാർലമെൻറ്റാണ്. അവിടുത്തെ പാർലമെൻറ്റ് വരുന്ന സമ്മേളനത്തിൽ പാസ്സാക്കുന്നുള്ള ഉറപ്പ് മന്ത്രിക്ക്, അദ്ദേഹം ഒരു ഘടകകക്ഷിയുമാണ്. നെതന്യാഹുവിൻ്റെ പാർട്ടിയുടെ പേര് ലിക്വിഡ് പാർട്ടി എന്നാണ്. ലിക്വിഡ് പാർട്ടി. ഈ പാർട്ടിയും അപ്പോൾ കുറേ ഒരു കൊലീഷൻ ഗവൺമെൻറ്റാണ്, വിവിധ ഘടകകക്ഷി സർക്കാരാണ്. അതിലൊരു ഘടകകക്ഷിയുടെ, അത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവർ ഈ ജൂതരിലെ ചില വിഭാഗത്തിന് സൈന്യത്തിൽ ചേരുന്ന ഉൾപ്പെടെയുള്ള ചില വിശ്വാസപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നിയമം അടുത്ത നീസെറ്റിൻ്റെ സമ്മേളനത്തിൽ ബില്ലായിട്ട് പാസ്സാക്കും, അത് ഉറപ്പ് കൊടുത്തു എന്ന് ഈ ഘടകകക്ഷി നേതാവിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു എന്നാണ് വാർത്ത. അപ്പം നെതന്യാഹു ഈ പറഞ്ഞതുപോലെ അവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പണി ആരംഭിച്ചു. കുഴപ്പമൊന്നുമില്ല. ഈ 2-3 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടും. പിന്നെ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ അനസ്തേഷ്യ അല്ല, ഫുൾ അനസ്തേഷ്യ തന്നെ കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം അബോധാവസ്ഥയിൽ നിന്ന് നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഈ അദ്ദേഹത്തെ സംബന്ധിച്ചും നമ്മൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാറുണ്ടല്ലോ, ദിവസം 20 മണിക്കൂർ എങ്കിലും മിനിമം ജോലി ചെയ്യുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ തന്നെ 17-18 മണിക്കൂറാണ് ഒരു ദിവസം നെതന്യാഹു ജോലി ചെയ്യുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിക്കും നെതന്യാഹുവിനും ഒരേ പ്രായം, 75 വയസ്സാണ്. മാത്രമല്ല അദ്ദേഹം ഒരു സൈനികനായിരുന്നു, അല്ലേ? കമാൻഡോ ഒക്കെ ആയിരുന്നു, സൈനിക സേവനം നടത്തിയിട്ടുള്ള ആളാണ് നെതന്യാഹുവിൻ്റെ സഹോദരൻ അവിടുത്തെ ഒരു ഹീറോയാണ്. അദ്ദേഹം ഒരു കമാൻഡോ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട ആളാണ്. അപ്പോൾ വലിയൊരു സൈനിക പാരമ്പര്യമുള്ള, വളരെ നിശ്ചയദാർഢ്യമുള്ള, വിൽ പവറുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ് നെതന്യാഹു. ലോകത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകൾ കോടിക്കണക്കിനാണ്, അല്ലേ? നമ്മുടെ കേരളത്തിൽ പോലും നെതന്യാഹുവിന് വലിയ ഫാനുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ, ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ഒരുപക്ഷെ നെതന്യാഹു അമേരിക്കയിൽ പോകാൻ സാധ്യതയുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നെതന്യാഹുവിന് തിരിച്ചങ്ങോട്ടും. ഒരുപക്ഷെ നമുക്കറിയില്ല, മുമ്പ് ഒരു ഇസ്രായേൽ മന്ത്രി 2 ആഴ്ച മുമ്പ് നമ്മുടെ അവിടുത്തെ ധനകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ നെതന്യാഹു എങ്ങാനും ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നെതന്യാഹു ലോകത്ത് ഏറ്റവും അടുപ്പം കാണിക്കുന്ന 2 നേതാക്കൾ, ഒന്ന് ട്രംപും ഒന്ന് നരേന്ദ്രമോദിയാണ്. നെതന്യാഹുവിൻ്റെ വിദേശ പര്യടനങ്ങൾ ഇപ്പോൾ നടക്കുന്ന വാറൊക്കെ കഴിഞ്ഞ് സീസ്ഫയർ, ഇപ്പോൾ ഹിസ്ബുള്ളയായിട്ട് സീസ്ഫയറായി, ഹമാസുമായിട്ട് ചർച്ച നടക്കുന്നു. വെടിനിർത്തൽ പൂർത്തീകരിച്ചാൽ ആദ്യം പോകുന്ന രാജ്യങ്ങൾ ഒന്ന് അമേരിക്കയും ഒന്ന് ഇന്ത്യയുമായിരിക്കും. അപ്പോൾ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നെതന്യാഹു ആരോഗ്യത്തോടെ തിരിച്ചു വരികയാണ്. അദ്ദേഹം ആശുപത്രി വിടും. അപ്പോഴാണ് നമ്മൾ സാറയുടെ കാര്യം, സാറയിലേക്ക് തിരിച്ചു വരാം. സാറയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ സാറ ആശുപത്രിയിലാണ്. സാറയ്ക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്, അപ്പോൾ മിയാമി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ വളരെ പ്രശസ്തമായ ആശുപത്രികളൊക്കെ ഉള്ള സ്ഥലമാണ് മിയാമി. മിയാമിയിലാണ് സാറയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സാറ എപ്പോഴും നെതന്യാഹുവിൻ്റെ നിഴൽ പോലെ കൂടെ നിൽക്കുന്ന ഒരു മാന്യ സ്ത്രീയാണ് സാറ. അപ്പോൾ 2 തവണ നെതന്യാഹുവിൻ്റെ വീട് നേരെ ആക്രമണം ഉണ്ടായി. 2 ആക്രമണം നടക്കുമ്പോഴും സാറ നെതന്യാഹുവിനൊപ്പം മറ്റൊരിടത്തായതുകൊണ്ട് ആ ആക്രമണം രക്ഷപ്പെട്ടു. പിന്നീടുള്ള ഒരു തവണ വീട്ടിന് നേരെ ഫ്ലെയർ ഉണ്ടായി. ഈ അഗ്നിജ്വാലകൾ, ഈ കമ്പിത്തിരി കത്തിക്കുന്ന പോലെയുള്ള തീജ്വാലകൾ, അത് ഇസ്രായേലിൽ തന്നെയുള്ള ആളുകൾ നെതന്യാഹുവിനോടുള്ള പ്രതിഷേധം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കത്തിച്ചതാണെന്ന് പറയുന്നത്. ബോംബ് സ്ഫോടനമൊന്നും ആയിരുന്നില്ല. അവിടെ ഒരു ഫ്ലെയർ ഉണ്ടായതും പക്ഷേ സുരക്ഷാ വീഴ്ചയായി കണക്കിലെടുത്ത് അത് ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനെതിരെ അവിടെ പ്രതിഷേധം ഉണ്ടായി. നമ്മുടെ ആളുകൾ തന്നെയല്ലേ, അവർ പ്രതിഷേധിച്ചതാണ്. പക്ഷേ ഇത്രയും സുരക്ഷാ ഭീഷണി പ്രധാനമന്ത്രിയുടെ വീടിന് നേരെ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നു വന്ന ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണമൊക്കെ നടന്ന സാഹചര്യത്തിൽ അവിടെ പോയി എന്ത് പ്രതിഷേധത്തിൻ്റെ പേരിലാണെങ്കിലും അതിൻ്റെ പ്രതിഷേധിക്കാൻ കാരണമൊന്നുമില്ല, ബന്ദികളുടെ മോചനം സാധിക്കുന്നില്ല. നെതന്യാഹു തന്നാലാവും വിധം ചെയ്യുന്നുണ്ട്, ബൈഡൻ ഇടപെടുന്നുണ്ട്. എന്നിട്ടും അമേരിക്ക ഇടപെട്ടിട്ട് പോലും ബന്ദിമോചനത്തിന് തയ്യാറാവാത്തത് ഈ രാക്ഷസന്മാരായ ഹമാസിൻ്റെ ദുഷ്ട മനസ്ഥിതി കൊണ്ടാണ്. അതുകൊണ്ടാണ് മോചനം സാധ്യമാകാത്തത്. അതിന് നേരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അവരെ എന്നാലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം വലിയ ശ്വാസതടസ്സമുണ്ട് സാറയ്ക്ക്. അവർ ആശുപത്രിയിലാണ്, അവർക്ക് കോവിഡ് ആണെന്ന് പറയുന്നു. അപ്പം നമ്മൾ കോവിഡ് ലോകത്തൊന്നും പോയിട്ടില്ല. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരു മനുഷ്യനാണ് ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിൻ്റെ ഭാര്യയ്ക്ക് കോവിഡാണ്.
അപ്പോൾ അത് നോക്കുവാലോ. അപ്പം സുരക്ഷ എത്രയുണ്ടല്ലോ, അവരെത്രയും ഐസൊലേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നവർക്ക് പോലും കോവിഡ് ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, വലിയ തോതിൽ ശ്വാസം തടസ്സം അടക്കം വന്നിട്ട് സാറ ഇപ്പോൾ മിയാമിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ബിബിയുടെ അടുത്തേക്ക് വരാൻ വഴിയില്ല. മാത്രമല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ വരും, കടുത്ത ക്ഷീണമുണ്ട്. അങ്ങനെ അവരെ മിയാമിയിൽ കോവിഡ് ട്രീറ്റ്മെൻറ്റിന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നെതന്യാഹുവിൻ്റെ ആരോഗ്യത്തിൽ നിരന്തരം പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ മറ്റേ പ്രോസ്റ്റേറ്റ് സർജറി, അതിനു മുമ്പ് ഹെർണിയ സർജറി ഉണ്ടായി. ഹെർണിയ സർജറി കഴിഞ്ഞ ഉടനെ ഫ്ലൂ വന്നു. അത് രണ്ടും കഴിഞ്ഞപ്പോൾ ഉടനെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി. ഉടനെ പേസ് മേക്കർ വെച്ചു. പേസ് മേക്കർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡീഹൈഡ്രേഷൻ വന്നു. അപ്പോൾ ഡീഹൈഡ്രേഷൻ വന്ന് വീണ്ടും ആശുപത്രിയിലായി. അപ്പോൾ നമ്മുടെ ഒരു ബഹുമാന്യ പ്രേക്ഷകൻ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് താഴെ നിന്ന് കമൻറ്റ് ഇട്ടു, ഡീഹൈഡ്രേഷനൊക്കെ സ്വാഭാവികമാണ്, ആശുപത്രിയിൽ നിന്ന് സർജറി കഴിഞ്ഞാൽ പോസ്റ്റ് സർജറി കെയറിന് ഇടുന്ന മുറിയിൽ കടുത്ത തണുപ്പായിരിക്കും. അവിടെ വരുമ്പോൾ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ടു പോകും, ചുണ്ടും നാവും ഒക്കെ വരണ്ടു കഴിഞ്ഞാൽ ചില ദുഷ്ടകളായ നഴ്സുമാർ ചുണ്ട് നനയ്ക്കാൻ വെള്ളം പോലും തരത്തില്ല. അത് ദുഷ്ടകൾ എന്ന് പറഞ്ഞിട്ടില്ല, മാലാഖമാർ എന്ന് എഴുതിയിട്ട് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടു, മീനിങ് അതാണല്ലോ. അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കമൻസ് ഒക്കെ ഇടയ്ക്ക് വായിക്കുന്നുണ്ട്, മുഴുവൻ കമൻറ്റുകളും വായിക്കുന്നത് ദയവായി കരുതരുത്. റാൻഡമായിട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കമൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ള, അങ്ങനെയല്ല, ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ പേസ് മേക്കർ വെച്ച ഉടനെ അല്ല അന്ന് നെതന്യാഹുവിന് ഡീഹൈഡ്രേഷൻ ഉണ്ടായത്. അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തി ഓഫീസിലേക്ക് എത്തിയതിന് ശേഷം പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ ഈ പോസ്റ്റ് സർജറി ട്രീറ്റ്മെൻറ്റിനിടയ്ക്ക് അല്ല. അപ്പോൾ ഇതിനകത്ത് ചില ദുരൂഹത, കോൺസ്പിറസി തിയറി ഉണ്ടോ എന്ന് ആളുകൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ സർജറി കഴിഞ്ഞിട്ട് സാറ ഉടനെ വന്നാൽ പോലും കോവിഡ് ആയതുകൊണ്ട് 2 വീക്സ് ഒക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കാം. ഏതായാലും ബിബി സുഖം പ്രാപിക്കുന്നു. മിയാമിയിൽ സാറയ്ക്കും ചികിത്സയിലാണ്. അവരും പെട്ടെന്ന് സുഖമാവട്ടെ. ആരും നിരാശപ്പെടേണ്ട. ബിബി അതിശക്തനായി തിരിച്ചു വരുന്നുണ്ട്. ഇസ്രയേലിനെ നയിക്കാൻ കുറേ കാലം കൂടി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രയേലിനെ അല്ല, ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധം നയിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടാകും. മറ്റ് 2 പേര് കൂടെയുണ്ട്, ഇടംബലം, ട്രംപും നരേന്ദ്രമോദിയും. അതെ, തീർച്ചയായും സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.